ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 38ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു പാട്ടിൻ്റെ പാർട്ട് 2 അനുപല്ലവിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ച കാറ്റാടിത്തണലും എന്ന് പറയുന്ന ക്ലാസ്മേറ്റ്സ് എന്ന മൂവിയിലെ കാറ്റാടിത്തണലും എന്ന് പറയുന്ന പാട്ടിൻ്റെ അനുപല്ലവിയാണ്, അതായത് പാർട്ട് 2 അനുപല്ലവി. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യമേ ഞാൻ വായിച്ച് കേൾപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ട്യൂൺ ലാ 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 ലാ. അപ്പം ആദ്യത്തെ ഒരു ഭാഗം നമുക്ക് വായിച്ച് നോക്കാം. ഇതാണ് ആദ്യത്തെ ട്യൂൺ. അപ്പം ആ ട്യൂണിൻ്റെ നോട്ടെന്ന് പറയുന്നത് ജി ജി സി, ജി 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 സി. ആദ്യത്തേന്ന് പറയുന്നത് ജി 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 സി, അതായത് ജി 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 സി, ജി 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 സി. ഡിസ്പ്ലേയിൽ നോട്ടുണ്ട്, ശ്രദ്ധിച്ച് എഴുതുക. ജി 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 സി. അടുത്തത് സി 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 ബി, സി 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 ബി, സി 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 ബി. ആദ്യമേ ജി 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 സി, സി 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 ബി, ജി 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 സി, സി 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 ബി. ഓക്കെ. അടുത്തത് ബി സി ഡി, ബി സി ഡി സി ബി, ബി സി ഡി സി ബി, ബി സി ഡി സി ബി, സി 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 സി, ബി സി ഡി സി ബി സി സി, ബി സി ഡി സി ബി സി സി. ആ സ്പീഡിൽ വായിക്കാം. ബി സി ഡി സി ബി സി സി, ബി സി ഡി സി ബി സി സി. അപ്പം അതിൻ്റെ ഫുൾ എന്ന് പറയുന്നത് ജി 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 സി, സി 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 ബി, ബി സി ഡി സി ബി സി സി. ഓക്കെ, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതൊന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ. അടുത്ത ഭാഗം എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ലാ 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 ലാ. അപ്പം അതിൻ്റെ ട്യൂൺ എന്ന് പറയുന്നത് അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് 3 പ്രാവശ്യം എ ഷാർപ്പ്, എ ഷാർപ്പ് 3 പ്രാവശ്യം. അടുത്ത നോട്ടെന്ന് പറയുന്നത് എ ഷാർപ്പ് സി, എ ഷാർപ്പ് സി, എ ഷാർപ്പ് സി, എ ഷാർപ്പ് സി. ഓക്കെ. അടുത്തത് അടുത്തത് എ ഷാർപ്പ് എ ജി, എ ഷാർപ്പ് എ ജി, എ ഷാർപ്പ് എ ജി. ഒന്നുകൂടെ നോട്ട് പറഞ്ഞുതരാം. എ ഷാർപ്പ് 3 പ്രാവശ്യം, എ ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ്, എ ഷാർപ്പ് 3 പ്രാവശ്യം. അടുത്തത് എ ഷാർപ്പ് സി. അടുത്തത് എ ഷാർപ്പ് എ ജി. ഓക്കെ. അപ്പം ലാസ്റ്റ് ഭാഗം അടുത്തെന്ന് പറയുന്നത് ഡി ജി ഷാർപ്പ് ജി ഷാർപ്പ് ജി ഷാർപ്പ്, ജി ഷാർപ്പ് ജി ഷാർപ്പ് ജി ഷാർപ്പ്, ജി ജി ഷാർപ്പ് എഫ് എഫ്, ജി ജി ഷാർപ്പ് എഫ് എഫ്. അതായത് ജി ഷാർപ്പ് ജി ഷാർപ്പ് ജി ഷാർപ്പ്. ആദ്യമേ ജി ഷാർപ്പ് ജി ഷാർപ്പ് ജി ഷാർപ്പ്, പിന്നെ ജി ജി ഷാർപ്പ് എഫ് 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 എഫ്. അടുത്തത് ജി 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 ഷ, ജി 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 ഷ, ജി ജി ജി. ഒന്നുകൂടെ പറഞ്ഞുതരാം.
ജി ഷാർപ്പ് ജി ഷാർപ്പ് ജി ഷാർപ്പ്, ജി ജി ഷാർപ്പ് എഫ് എഫ്, ജി 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 ഷാർപ്പ് ജി ജി ജി. ലാസ്റ്റ് ഭാഗത്തെ നോട്ടൊന്ന് വായിച്ച് നോക്കാം. ഇത് 2 പ്രാവശ്യം. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പല്ലവിയിൽ കണ്ട ഭാഗം തന്നെയാണ് അടുത്ത നോട്ട്. ലാ 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 ലാ. ഓക്കെ, അടുത്ത നോട്ട് ഇതാണ്. അപ്പം ഇതിന് നോട്ട് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു തന്നേക്കാം. ഡി ഇ ഡി ഇ എഫ് ഇ, ഡി ഇ ഡി ഇ എഫ് ഇ, ഡി ഇ ഡി ഇ എഫ് ഇ. ഓക്കെ, അത് 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം കൂടെ ഡി ഇ ഡി ഇ എഫ് ഇ. അത് കഴിഞ്ഞിട്ട് ഡി ഇ, അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഡി ഇ ഡി ഡി ഇ ഡി ഇ ഡി ഇ ഡി ഇ ഡി ജി എഫ് ഇ, ജി എഫ് ഇ. ഓക്കെ, ജി എഫ് ഇ ഡി എഫ് ഇ, ഡി ഇ ഡി ഇ ജി എഫ് ഇ, ഡി ഇ ഡി ഡി ഇ ഡി ജി എഫ് ഇ, ഡി ഇ ഡി ഇ സി. ലാസ്റ്റ് ഭാഗം ഡി ഇ ഡി ഇ സി, ഡി ഇ ഡി ഇ സി. ഓക്കെ, ഇത് നമ്മൾ പല്ലവിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ചിലർ നമുക്ക് കമൻ്റ് ഇടുന്നുണ്ട്, എനിക്ക് യാതൊരു വിഷമവും ഇല്ല, അതായത് ഒന്ന് പഠിച്ചിട്ട് വന്ന് പഠിപ്പിക്കുക, ഒന്ന് അടുത്ത മാഷിൻ്റെ ദക്ഷിണ വെക്കുക. എനിക്ക് യാതൊരു ആവശ്യമില്ല അടുത്ത മാഷിൻ്റെ അടുത്ത് ദക്ഷിണ വെക്കാനൊന്നും. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കേണ്ട ധാരാളം പേരുണ്ട്, അതായത് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് എന്നെ വിളിച്ച് സംസാരിച്ച്, അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. ബോറടിക്കുന്നവരും ഇനിയിപ്പോൾ അത് എൻ്റെ ഒരു ക്ലാസ് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്കൊക്കെ നമ്മുടെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ നിങ്ങൾക്ക് ആ മെസ്സേജുകൾക്ക് അടി തന്നേക്കാം, എന്നെ ധൈര്യമായിട്ട് വിളിക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എനിക്ക് കറക്ഷൻസ് തരാനുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ വിളിച്ച് പറയുക. അപ്പോൾ നമുക്ക് ആ ഇപ്പോൾ പഠിച്ച ഫുൾ ഭാഗം ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് അനുവല്ലവി. അപ്പം നമ്മുടെ ഡിസ്പ്ലേയിൽ നോട്ടുകളൊക്കെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് നമ്മുടെ വീഡിയോ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ മറ്റുള്ള രീതിയിലുള്ള, അതായത് അടുത്ത പഠിക്കാൻ കാരണം ഞാൻ 10 വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുന്നത്. പിന്നെ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കണ്ണിൻ്റെ ഒരു അവസ്ഥ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ തപ്പിപ്പോവും. എനിക്ക് 2 മീറ്ററിന് താഴെ ഉള്ളൂ, 2 മീറ്റർ പോലും ഇല്ല കാഴ്ച. അപ്പം അതിനോട് കണ്ണിന് വിറയലും ഉണ്ട്. അപ്പം അതനുസരിച്ചാണ് ഞാൻ, പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ നമ്പർ തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിളിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അയയ്ക്കുക. പിന്നെ നിങ്ങൾ വിമർശനങ്ങൾ ഇട്ടുകൊള്ളുക, ഒരു പ്രശ്നങ്ങളുമില്ല. ഞാൻ പറയുന്നുണ്ട് പ്രത്യേകിച്ച് വിമർശനങ്ങൾ, പക്ഷേ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഇടാതിരിക്കുക. കാരണം വെച്ചാൽ നമ്മുടെ ഒരു അവസ്ഥ അങ്ങനെ ഉള്ളതും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇടുക. പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ എത്തുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങൾ ലൈക്ക് തന്ന് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുള്ളവർക്കെല്ലാം കൊടുക്കുക. അപ്പോൾ അവർക്ക് വീഡിയോ കിട്ടി അവർക്ക് പഠിക്കാനായിട്ട് തുടങ്ങാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ലഭിച്ച് നിങ്ങൾ ക്ലാസ്സുകൾ ആരംഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.